കട്ട മരിച്ചിട്ടേ. പ്രിയമുള്ളവർ, ഈ നാടകത്തിന്റെ സംവിധായകൻ പത്മശ്രീ ഓസ്കാർ അവാർഡ് ജേതാവ് കൂടിയായ സുകുമാരൻ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കും. പ്രിയമുള്ളവർ, ഈ സമൂഹത്തിൽ ആരും നാടകക്കാരായി ജനിക്കുന്നില്ല. പട്ടിണി അതൊന്നു മാത്രമാണ് ഈ ഞങ്ങളെയെല്ലാം നാടകക്കാരാക്കി മാറ്റുന്നത്. നിങ്ങൾ അനുഭവിച്ചാൽ. സംവിധായകൻ പറഞ്ഞത് കേട്ടല്ലോ. നാടകം ആരംഭിക്കും. അയ്യോ ഞങ്ങളുടെ 12ാമത് നാടകം. ആരാണ് എന്റെ പ്രൊഡ്യൂസർ? അഥവാ അമ്മയുടെ ഭർത്താവാണ് എന്റെ അച്ഛൻ. ദേവി ഭഗവതി കുത്തുകൊള്ളണേ, കാത്തുകൊള്ളണേ. ഭവാനി ഭവാനി. നമ്മുടെ മകൾ എവിടെ പോയടി? ക്ഷേത്രത്തിൽ പോയിട്ട് എന്താ ഇത്ര വൈകിയത്? പിന്നെ എന്ത് ചെയ്തു? അമ്പലത്തിൽ പോയിട്ട് അർച്ചനയും വെടിവഴിപാടും നടത്തിയോ? പുത്തൻപുരയിൽ ഭാർഗവന്റെ പ്രിയപത്നി ഭവാനി ഒരു വെടി, ഭവാനിയുടെ ഭർത്താവ് ഭാർഗവൻ മറ്റൊരു വെടി, പിന്നെ ഞാൻ. അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് 3 വെടിവഴിപാട്. അവിടത്തേക്ക് പ്രസാദം. മോളെ, ഇന്നെങ്കിലും കുളിച്ച് വൃത്തിയായി തലയിൽ ചെമ്പരത്തിപ്പൂവും ചൂടി സുന്ദരിയായി നിൽക്കണം. എന്താണ് മേ വിശേഷിച്ച്? ഇന്ന് നിന്നെ പെണ്ണ് കാണാൻ ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ രമേശ് ചേട്ടൻ? അവൻ അറിയുന്നതിന് മുമ്പ് നിന്റെ കല്യാണം ഞാൻ നടത്തും. ഇല്ല, പാർവതിയുടെ കല്യാണം നടക്കില്ല. അത് പറയാൻ നീയാരാ? ഞാനാരാ? അതാണ് എനിക്ക് പറയേണ്ടത്. വലിയവരെ വീട്ടിൽ വന്നിന്ന് കല്യാണം നടക്കില്ലെന്ന് പറയാൻ ഞാനാരാ? ഞാൻ പോട്ടെ. പാർവതി എന്റെ മുറപ്പെണ്ണാണ്. അവന്റെ മകളാണ് ഞാൻ. എന്റെ മകളാണ്. അവളെ എനിക്ക് കെട്ടിച്ചു തന്നില്ലെങ്കിൽ നാളെ രാവിലെ തൂങ്ങിയാടുന്ന നിന്റെ ശരീരമായിരിക്കും നിങ്ങൾ കാണുന്നത്. ഇവിടെ ആരും തൂങ്ങി മരിക്കുന്നവരായി ജനിക്കുന്നില്ല. ഈ സമൂഹമാണ് അവരെ തൂങ്ങി മരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നടക്ക് പുറത്ത്. എന്റെ പുറത്തല്ല, വീടിന് പുറത്ത്. എടാ രമേശ, ഞങ്ങൾക്കൊരു മകൾ മാത്രമല്ല ഒരു മകൻ കൂടി ഉണ്ടെന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ. അറിയാ പപ്പൻ. വേഗം വയ്ക്കോ. പപ്പേട്ടന്റെ കയ്യിൽ കിട്ടിയ ഗണപതിക്ക് അടിച്ച തേങ്ങ പോലെയാകും രമേശ് ചേട്ടൻ. 3 പേരോടും കൂടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ദൈവം കാര്യം തന്നിരിക്കുന്നത് നടക്കാൻ മാത്രമല്ല, പിന്നെ ഓടാനും കൂടി. അമ്മാച്ചനകത്ത് പോകും. അമ്മായിച്ചനാ? അയ്യോ, അതല്ല, അമ്മയും അച്ഛനും ഇപ്പോൾ അകത്ത് പോകാൻ. രമേശ് ചേട്ടന് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. ഭവാനി, നമുക്ക് പോകാം. രമേശ് ചേട്ടന് പുണ്ണാക്ക് വേണോ? അയ്യോ, നിനക്ക് വേണോ? എനിക്കാരോട് പിണക്കമില്ല. ഏട്ടൻ എന്നെ വറുത്തുവല്ലേ? അല്ല, വെറുത്തുവല്ലേ? നീയല്ലേ എന്നെ വറുത്തത്? ഇല്ല, എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് രമേശ് ചേട്ടന്റെ ഒപ്പം മാത്രമായിരിക്കും. ദൈവമേ, ഇവളെന്നെ കൊലക്ക് കൊടുക്കുക. രമേശ് ചേട്ടൻ നമ്മുടെ മുന്നിക്കാലം
അമ്മന്റെ തല പോയി തലയിലടിച്ചതും അമ്മന്റെ തല പോയി തലയിലടിച്ച് തലച്ചോറ് വെളിയിൽ വന്ന കഥയല്ലേ? അതെ, വെളിയിൽ വന്ന് തലച്ചോറ് കാക്ക കുത്തിക്കൊണ്ടുപോയപ്പോൾ പകരം ഹോട്ടലിൽ നിന്നും 12 രൂപ 50 പൈസയ്ക്ക് ഒന്ന് ചോറ് വാങ്ങി തലയിൽ വെച്ച് തന്ന ഈ പാർവതി കുട്ടിയെ എന്നോട് ക്ഷമിക്കും പാർവതി, എന്നോട് ക്ഷമിക്കും. ഇന്നലെ വീട്ടിൽ പട്ടിണിയായി. വിശപ്പ് സഹിക്കാനാവാതെ തലയിലിരുന്ന പൊതിച്ചോറെടുത്ത് ചാണത്തിലേക്ക് കൂട്ടി ഞാൻ തിന്നു പാർവതി, തിന്നു. രമേശേട്ടനൊരു കൊതിയനാണ്, കൊതിയൻ. പാർവതി അയ്യോ അയ്യോ പപ്പേട്ടൻ, രമേശേട്ടാ, നമുക്ക് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാം. നിൽക്ക. മോനെ പപ്പ, പപ്പ. ഞാനും ഒന്ന് കാണട്ടെ പപ്പാപ്പ. മോനെ, എന്റെ പൊന്നുമോനെ പപ്പ, നിന്നെ ഈ അമ്മയൊന്ന് കണ്ണു നിറയെ കാണട്ടെടാ. മോനെ പപ്പ, ജയിൽ ജീവിതമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, സൂപ്പർ. അവര് നിന്നെ ദേഹോപദ്രവം വല്ലതും? ചെന്ന വഴി ജയിൽ സൂപ്രണ്ട് കാലേ വാരി ഒരു ഒച്ചയടി. പിന്നെ വിമി ടോമിയുടെ ഗാനമേളയായിരുന്നു. എല്ലാം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോ ബോധം തെളിഞ്ഞപ്പോ ഇല്ലമ്മേ, ബോധം തെളിഞ്ഞില്ല. അവരതിന് സമ്മതിച്ചില്ല. ഇവിടെ ആരും കുറ്റവാളികളായി ജനിക്കുന്നില്ല. ഈ സമൂഹമാണ് അവരെ കുറ്റവാളികളാക്കി മാറ്റുന്നത്. നിനക്ക് ഞാൻ പഠിപ്പിച്ചു തന്ന കളരിയെടുക്കാമായിരുന്നില്ലേ? ശ്വാസം എടുക്കാൻ പറ്റിയില്ല. പിന്നെ ആ കളരി. അതെ, എവിടെ എന്റെ പഞ്ഞിക്കുങ്ങൾ പാർവതി? കുഞ്ഞിപ്പങ്ങൾ പാർവതി. ഞാനിപ്പോ വിളിക്കാം മോനെ. ആ മോനെ പപ്പ, ആ രമേശൻ ഇവിടെ വന്നിരുന്നു. എന്തിന്? പാർവതിക്കുട്ടിയെ കല്യാണം ആലോചിക്കാൻ. കൊല്ലും ഞാനവനെ. ഈശ്വര, ചതിച്ചു. പാർവതിക്കുട്ടിയെ കാണുന്നില്ല. കൂടെ ആ രമേശിനെയും. ഇവിടെ ആരും ഒളിച്ചോടുന്നില്ല. ഈ സമൂഹമാണ് അവരെ ഒളിച്ചോടാൻ പ്രേരിപ്പിക്കുന്നത്. ഇന്ന് ഞാൻ അവനെ കുത്തി മലത്തിയിരിക്കും. നിൽക്കാൻ. അവന്റെ കൈകൊണ്ട് ചാകാനല്ല നിന്നെ ഞാൻ വളർത്തിയത്. എനിക്ക് പോടാകത്ത്. ഭവാനി, വിളിക്കണി പോലീസിനെ. വേണ്ട. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. നിന്നെ ഇന്ന് ഞാൻ തട്ടിപ്പോകരുത്. അനങ്ങിക്കളയും. അല്ല, അനങ്ങിപ്പോകരുത്. തട്ടിക്കളയും. രമേശേട്ടന് ഒന്നും ചെയ്യരുത്. ഞാൻ ഗർഭിണിയാണ്. സത്യം പറയണേ, ആരാണ് ഈ ഗർഭത്തിന് ഉത്തരവാദി? ഞാൻ സതിമന്ദിരത്തിൽ സുഭദ്രയുടെ മകൻ രമേശൻ എന്ന ഈ ഞാൻ. അപ്പൊ നീയാണല്ലേ ഈ ഗർഭത്തിന് ഉത്തരവാദി? ഏയ്, ഞാനങ്ങല്ല. പിന്നെ നീ ഗർഭത്തെ കുറിച്ച് സംസാരിക്കാൻ കാരണം വെറുതെ ഗർഭത്തോട് താല്പര്യം തോന്നി. ഇതിന് ഉത്തരവാദി രമേശേട്ടൻ മാത്രമാണ്. അതെ, നീ മാത്രമാണ് ഈ ഉത്തരവാദി. നീ മാത്രമാണ് ഈ ഉത്തരവാദി. ഓടാണ് ഞാനങ്ങല്ല. അയ്യോ, നാടകം പൊളിക്കോളെ. നാടകം പറയട്ടെ, നാടകം പറയട്ടെ. എന്താ കാര്യം എന്താണ്? എടാ, വല്ല അലവലാതി പെൺപിള്ളേരെ എട്ട് തലയ്ക്ക് കെട്ടി വെക്കാൻ നോക്കുന്ന നാടകത്തിന്റെ കാര്യം. എടാ, ഇത് നാടകമാണ്, ഡയലോഗ്. ആ നാടകമായാലും എന്ത് തന്നെയായാലും ഈ പരിപാടി ഇവിടെ നടക്കൂല. കുട്ടി വളർത്തിക്കളയും. മര്യാദയ്ക്ക് ഡയലോഗ് പറയണം. ഒന്ന് പോരാട്ടാണ്, എനിക്ക് പറ്റൂല കളി. കമ്മറ്റിക്കാരി കാശ് തന്നില്ല, നാടകം തീർക്കേണ്ട കാശ് തരില്ല, ഡയലോഗ് പറയാൻ. എന്നെ പറഞ്ഞ ഈ കൂതറപ്പണിനെ ഞാൻ കെട്ടണം. എന്നെ കൊണ്ട് പറ്റൂല. നിർത്തടാ. എന്താണ് നാടകം. ഇതാണ് നാടകം? എന്റെ വല്യേട്ട നാടകത്തിന്റെ പേര് പറഞ്ഞ് ഇവൻ പറഞ്ഞവര് ഈ പണി നിന്ന് തലയിൽ കെട്ടി വെക്കാൻ നോക്കുന്നു. നീയൊക്കെ ഒരുപാട് നാടകത്തിന്റെ പേര് പറഞ്ഞ് തോന്നിയാസം കാണിക്കണം. ഇവിടുത്തെ കമ്പനിക്കാരെല്ലാം കൂടെ ഞങ്ങളെ വാരി വലിച്ചിട്ട് അടിച്ചെത്താ. പ്രിയമുള്ളവരെ, ഇവിടെ ആരും വികലാംഗരായി ജനിക്കുന്നില്ല. ഈ കമ്മിറ്റിക്കാരാണ് എല്ലാവരെയും വികലാംഗരാക്കി മാറ്റുന്നത്. സംവിധായകൻ പറഞ്ഞത് കേട്ടല്ല. ഞങ്ങൾ നാടകക്കാരാണ്. നല്ല സൂപ്പർ നാടകമാ. ഈ കപ്പലും കട്ടിയും വെച്ചും നാടകക്കാരാണ്. നല്ല സൂപ്പർ നാടകമാ.
കരുണ